വളരെ ദുഃഖകര കാരണമാണ്. നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അപകടമാണ്. പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെപ്പറ്റി അന്വേഷിക്കും. ഞാനിപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ തന്നെ അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെ വിവരം അറിയുന്നത്. വളരെ നമ്മളെ നാട്ടിൽ അപകടങ്ങൾ വല്ലാതെ കൂടി വരികയാണ്. കഴിഞ്ഞ കുറേ ദിവസം എടുത്തു വെച്ചാൽ എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷേ വല്ലാത്ത അപകടങ്ങൾ, അതൊരു ചില അപ്രതീക്ഷിതമായ അപകടങ്ങൾ നമ്മളന്ന് കണ്ടു. റോഡിൽ ഉറങ്ങിക്കിടന്നവരുടെ പുറത്തൂടെ വണ്ടി കയറുക, അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം റീൽസ് എടുത്തിട്ട് മരിക്കുക, പല തരം മരണങ്ങളാണ്. അപ്പോൾ ഏതായാലും ഇക്കാര്യത്തിൽ വളരെ സീരിയസ് ആയി തന്നെ നമ്മൾ സാധാരണ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുങ്ങി മരണമാണ് ഒരു വർഷത്തിൽ, അതിനേക്കാൾ കൂടുതൽ ആക്സിഡൻറ്റ് ഡെത്ത് വരികയാണ്. പക്ഷേ പല സ്ഥലത്തും ആക്സിഡൻറ്റ് കുറഞ്ഞെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരുപാട് ആക്സിഡൻറ്റും ഡെത്തും നമ്മൾ ഇവിടെ ഉണ്ടായ ആലപ്പുഴയിലുണ്ടായ അപകടം, അതൊക്കെ വണ്ടി ഓടിക്കുന്നവർ ഡിമ്മടിക്കാത്തതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ നടത്തിയൊരു പരിശോധനയിലും പഠനത്തിലും മനസ്സിലായത് ആ വണ്ടിയുടെ മുന്നിൽ വന്ന ഡ്രൈവർ ആ വെള്ള കാറിങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്, ആ കാറുകാരൻ ഡിമ്മടിച്ചു കൊടുക്കാത്തതുകൊണ്ട് കുട്ടികളുടെ കണ്ണിലേക്ക് ലൈറ്റ് ഫ്ലാഷ് ചെയ്ത് അടിച്ചിട്ട് അവർക്ക് കൺട്രോൾ പോയി. എന്താണെന്ന് മനസ്സിലാവാതെ വന്നപ്പോൾ അവർ ഒരു ബ്ലൈൻഡ് സിറ്റുവേഷനിൽ ബ്രേക്ക് ചെയ്തതാണ്. അതാണ് ആ അപകടത്തിൻ്റെ കാരണമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നത് പ്രമാണിച്ച് പോലീസ് വകുപ്പുമായും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഉടൻ ഒരു ശക്തമായ ഒരു ഡ്രൈവ്, മാധ്യമങ്ങളുടെ സഹകരണവും ഞാൻ തേടുകയാണ്. എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും വിഷ്വൽ മീഡിയയും പത്രങ്ങളും എല്ലാവരും സഹകരിക്കണം. നമ്മൾ അടിയന്തരമായി ഇതിനെതിരെ ഒരു ഡ്രൈവ്, ഒരു ബോധവൽക്കരണവും ഒരു ഡ്രൈവ് ആരംഭിക്കേണ്ടതുണ്ട്. അല്ല മിനിസ്റ്ററെ, ഈ കണ്ടെയ്നർ ലോറി പോലത്തെ ലോറികൾ അമിത വേഗത, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിപ്പോൾ അറിഞ്ഞത് വലിയ ട്രെയിലർ പോലുള്ള സിമെൻറ്റ് കയറ്റി വരുന്ന ലോറി എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ലോറികളുടെ വേഗത നിയന്ത്രിക്കാനും കാര്യങ്ങളിൽ അതിൻ്റെ യന്ത്രഭാഗങ്ങളെ സുരക്ഷിതത്വം നോക്കാനുള്ള എന്തെങ്കിലും മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെക്കാനിസം ഉണ്ടോ? അതിനോട് ചേർത്ത് പണ്ട് നമ്മൾ ടിപ്പർ ലോറികൾ സ്കൂൾ സമയം, വരുന്ന സമയം അല്ലെങ്കിൽ പിള്ളേർ പോകുന്ന സമയത്തൊക്കെ അത് നിരോധനം എപ്പോഴും ഉണ്ട്. ടിപ്പർ ലോറിയുടെ നിരോധനം എപ്പോഴും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സ്പീഡ് ഗവർണർ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു വളരെ മോശമായൊരു പ്രവണതയുണ്ട്. ഈ അടുത്ത കാലത്ത് ടിപ്പർ ലോറികൾ മുഴുവൻ നമ്മൾ ഒരു റൗണ്ട് കേരളത്തിൽ പരിശോധിച്ചു. അതിൽ നല്ലൊരു ശതമാനം, ഒരു 40 to 45% വണ്ടികളിലും ഈ സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയാണ്. ഒന്നിൽ ഊരിയിടും അല്ലെങ്കിൽ ടാമ്പർ ചെയ്യും. അപ്പോൾ അത് കർശനമായി പിടിക്കുകയും അതിനകത്ത് വലിയ ഒരു ഫൈൻ വരികയും, വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ച് കണക്ട് ചെയ്യാതെ ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാതെ വിടില്ല വണ്ടി. അങ്ങനെ ഒരു സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഈ തൃശ്ശൂർ പാലക്കാട് എറണാകുളം റൂട്ടിൽ വളരെ നല്ല റോഡാണ്. അപ്പോൾ ആ റോഡിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന പ്രമാണിച്ച് ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേതൃത്വത്തിൽ നൈറ്റിലും ഒരു പരിശോധന നടത്തിയാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ അയക്കൂ? അല്ല, തീർച്ചയായിട്ടും അവിടെ ചെന്ന് അതിന് എന്താണ് ഇപ്പം തന്നെ ഇപ്പോൾ ആളെ പോകുമ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഡൽഹിയിലാണുള്ളത്. അപ്പോൾ ഏതായാലും തിരിച്ച് നാളെ ഏതായാലും ട്രിവാൻഡ്രത്തേക്ക് എത്തും. അതിന് മുമ്പ് തന്നെ ഓഫീസർമാരെ, സീനിയർ ഓഫീസർമാരെ ഇന്ന് തന്നെ അങ്ങോട്ട് പോകാനുള്ള ഏർപ്പാട്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കണം. ഈ പറഞ്ഞതുപോലെ സ്പീഡ് ഗവർണർ ഊരിയിട്ടിട്ടുണ്ടോ? അത് ലോറികളിലെല്ലാം ഊരിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പക്ഷേ നമ്മൾ ഇത്രയും നല്ല റോഡ് വരുമ്പോൾ റോഡിന് അനുസരിച്ചുള്ള സ്പീഡ് കൊടുത്തേ പറ്റൂ. പക്ഷേ അത് സ്പീഡ് ഗവർണർ ഊരിയിട്ടുകൊണ്ട് ഉള്ള ഓടിപ്പാണ്. പല ഡ്രൈവിങ്ങും മദ്യപിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് വ്യാപകമായി ഒന്ന് പിടിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ ഒരു ബോധവൽക്കരണം, ഇന്നത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടു, കോഴിക്കോട് ഒരു റീൽസ് എടുത്തുകൊണ്ടിരുന്ന അത് നമ്മൾ പൊതുനിരത്തിൽ അല്ല റീൽസ് എടുക്കേണ്ടത്. പൊതുനിരത്തിൽ അതിന് വേണ്ട സ്ഥലങ്ങളുണ്ട്. അവിടെ പോയിട്ട് സ്വസ്ഥമായി അത് ചെയ്യാന്നുള്ളതല്ലാതെ പൊതുനിരത്തിൽ എല്ലാവരും യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് റീൽസ് എടുക്കുക, നമ്മളതിനെ പിന്നെ സർക്കസ് കാണി, ബൈക്കിൽ 3 പേരുമായി ഹെൽമറ്റ് ഇല്ലാതെ പോകുന്നത് വ്യാപകമായ കാഴ്ചയാണ്. പിന്നെ അത് ഇപ്പോൾ ഒരു സിറ്റിസൺ ആപ്പ് വന്നതിന് ശേഷം ഒരുപാട് കേസുകൾ ഫോട്ടോയായിട്ടും വീഡിയോ ആയിട്ടും ഷൂട്ട് ചെയ്ത് ജനങ്ങൾ അയക്കുന്നുണ്ട്. അതിൽ നല്ല ഫൈൻ കൊടുക്കുന്നുണ്ട്. ആ സിറ്റിസൺ ആപ്പ് വന്നതിന് ശേഷം വളരെയധികം ഓരോ ജില്ലയിലും ഓരോ RTO ഓഫീസിലും 40-50 വീതം 2 ആഴ്ചയ്ക്കുള്ളിൽ 1 ആഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ ഫൈൻ ഇത് വരുന്നുണ്ട്. അതിനെല്ലാം ഫൈൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഒഫൻസ് കണ്ടെത്തി നടപടി എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി സ്വയം ബോധവാന്മാരാകേണ്ടത്. ഈ ഹെൽമറ്റ് വയ്ക്കാതെ 3 പേര് ബൈക്കിൽ പോകുന്നൊക്കെ കുട്ടികൾ കാണുന്നു, അവർ ആക്സിഡൻറ്റിൽ മരിക്കുന്നു. നമ്മളൊരു ഡ്രൈവിംഗ് ഡിസിപ്ലിൻ എന്നൊരു ആശയം സ്വയം നടപ്പിലാക്കുകയല്ലാതെ ഇതിന് ശാശ്വതമായ പരിഹാരമല്ല. നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്നൊരു മര്യാദയൊക്കെ ഉണ്ട്. നമ്മൾ പറയുന്നത് ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് ക്യാമറ വയ്ക്കാനും എല്ലായിടത്തും പോയി. അപ്പോൾ സിറ്റിസൺ ആപ്പ് വന്നപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ക്യാമറ വെച്ചതുപോലെയാണ്. കാരണം പബ്ലിക് അത് കാണുകയും അവരത് ഷൂട്ട് ചെയ്തിട്ട് അയച്ചു തരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതൊരു ഗുണമുണ്ട്. പക്ഷേ അതുകൊണ്ടായില്ല. നമ്മൾ പൊതുവിൽ ഒന്ന് ബോധവാന്മാരാണ്. എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാൻ പാടുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ വീട്ടിലേക്ക് എത്തുന്ന 4 പെൺകുട്ടികൾ വഴിയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. ഇതിലിപ്പോൾ എടുത്തു പറയേണ്ടത് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ഒരു സ്ഥിരം അപകട മേഖലയാണ്, വലിയ നടപടികളില്ല എന്ന് പറഞ്ഞ് അവിടെ നാട്ടുകാർ റോഡ് ഉപരോധം, വലിയ ബഹളം. അത്തരത്തിലൊരു പരാതി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇടപെടുകയും റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടിയെടുക്കും. ധാരാളം റോഡുകളിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഈ ബ്ലാക്ക് സ്പോട്ടുകൾ പരിഹരിക്കുന്നുണ്ട്.